നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ മുതൽ. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റന്നാൾ മുതൽ 2 ദിവസം സംസ്ഥാന സമിതി യോഗവും ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നത്. നാളെ മുതലാണ് യോഗം ആരംഭിക്കുന്നത്. ഇതിൽ ഈ ഒരു തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? CPIMന്റെ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ തിരക്കിട്ട ചർച്ചകളിലാണ് പാർട്ടി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് അവസാനിക്കുന്നത് തൊട്ടു പിന്നാലെ സംസ്ഥാന നേതാക്കൾ വീണ്ടും പരാജയം വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അതായത് പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനുശേഷം 14, 15, 13, 14 തീയതികളിൽ സംസ്ഥാന സമിതി യോഗവും ചേരും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ജില്ലകളിലേക്ക് പോയി ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും വിളിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. താഴെത്തട്ട് മുതൽ തോൽവിക്കുണ്ടായ കാര്യങ്ങൾ പഠിക്കുക, അതിനുശേഷം തിരുത്തൽ വരുത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ആ പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ചില കാര്യങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് മത്സരിപ്പിച്ച എം എൽ എമാർ പലരും കൂട്ടത്തോടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിന് ഇടയായ എന്താണ് കാരണം? ഇത്തരം ആളുകളെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്കപ്പുറത്തേക്ക് വടക്കൻ ജില്ലകളിൽ വലിയ പരാജയം പാർട്ടിക്കുണ്ടായിരിക്കുന്നു. ഇതിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ ജില്ലാതല നേതാക്കന്മാർ ജില്ലാ ഘടകങ്ങൾ വിട്ട് സ്വതന്ത്രന്മാരായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി അവരുടെ ശക്തി വലിയ തരത്തിൽ കണ്ടിരുന്നില്ല. ശക്തി കുറച്ച് കാണുകയാണ് ഉണ്ടായത്. അത് ആണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും വലിയ തരത്തിലുള്ള പരാജയത്തിന് പാർട്ടിക്ക് വഴിവെച്ചത്. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്താനോ ചെയ്യാതിരുന്നത് വലിയ തരത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിലയിരുത്തുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇനി ഇത്തരത്തിലുള്ള നിലപാടുകൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നീണ്ട ചർച്ച ആവശ്യമാണ് എന്ന് അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത്. പോളിറ്റ് ബ്യൂറോ യോഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് CPI വലിയ തരത്തിലുള്ള ഒരു അവകാശവാദം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷം പ്രതിപക്ഷ നിരയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ഉണ്ടാകാറുള്ള പതിവ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ ഉപനേതാവിനെ കൂടി ഇത്തവണ വേണം എന്നുള്ളൊരു ആവശ്യം CPI മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPIയുടെ ഈ ആവശ്യത്തെ ഉൾക്കൊള്ളണമോ അതോ തള്ളണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഈ പോളിറ്റ് ബ്യൂറോ ഇന്നെടുക്കുന്ന ആ തീരുമാനമായിരിക്കും പിന്നീട് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ചർച്ചയായി വരിക. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമനുസരിച്ച് പിന്നീട് ഇടതുമുന്നണി യോഗം ചേർന്ന് ഒരു പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും പാർട്ടിക്ക് ഏറ്റിരിക്കുന്നത് കനത്ത തിരിച്ചടി എന്ന് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിലും വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് നേതൃനിരയ്ക്ക് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതായത് കാരണങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള ഒരു പരാതിയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പാർട്ടി വിട്ട് വിമതന്മാരായി മത്സരിച്ച ആളുകൾ ജയിച്ചതും പാർട്ടി വിട്ട് വിമതന്മാരായി മത്സരിച്ച ആളുകളുടെ ശക്തി മൂലം പലപ്പോഴും പല സ്ഥലങ്ങളിൽ CPIMന്റെ സ്ഥാനാർത്ഥികൾ തോറ്റതുമൊക്കെ അന്ന് തന്നെ പാർട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. എന്തായാലും വരും ദിവസങ്ങൾ വലിയ ചർച്ചകളുടെ കാലമായി മാറപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലേക്ക് എത്തും. ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കഴിയുമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമെല്ലാം പങ്കെടുക്കും. ഏരിയ കമ്മിറ്റി യോഗങ്ങൾക്ക് തുടർന്ന് ബ്രാഞ്ച് കമ്മിറ്റികളും ഒപ്പം ലോക്കൽ കമ്മിറ്റികളും എല്ലാം വിളിച്ചുകൊണ്ട് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്താനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ജനഹിതം മനസ്സിലാക്കാനൊരു നീക്കം കൂടി നടത്തുന്നതിനെക്കുറിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്രയധികം പരാജയമുണ്ടായതും ഒപ്പം പാർട്ടിക്ക് എതിരെ ശബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നവർ വലിയ വിജയം കരസ്ഥമാക്കിയതുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ പ്രവർത്തകരുടെയും ഒപ്പം പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളുടെയും മനസ്സ് മാറി
മാറിയോ, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചെങ്ങനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, പാർട്ടിയിലേക്ക് അവരെ അടുപ്പിച്ച് നിർത്തണം, അല്ലാത്ത പക്ഷം പാർട്ടിക്ക് ഇനി ഭാവിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ. എന്തായാലും വരും ദിവസങ്ങൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളുടെയും വിലയിരുത്തലുകളുടെയും കാലമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് പിന്നാലെ CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റന്നാൾ മുതൽ 2 ദിവസം സംസ്ഥാന സമിതി യോഗവും ചേരും. ഇതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി അടക്കം ചർച്ചയാകും എന്നതാണ് കരുതുന്നത്. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.